ഒരാൾ പറയണ അച്ഛൻ സമാധിയായി, ഒരാൾ പറയണ അച്ഛൻ മരണപ്പെട്ടു. അപ്പൊ രണ്ടിലും രണ്ട് സംസാരത്തിന് വ്യത്യാസമില്ലേ? ദുരൂഹതയാണല്ലോ. ഞാൻ അറിഞ്ഞില്ല. ഞാൻ വയ്യായിരുന്നു. രാവിലെ 8:30 ഞാനും ചന്ദ്രൻ തൂത്തോണ്ട് നിൽക്കുന്നു. അപ്പൊ ആരോ വിളിച്ചു പറഞ്ഞെടി നമ്മളെ കോരസ്വാമി. അപ്പൊ എന്റെ ഭാര്യ ഇല്ലേടി, ഭാര്യക്ക് പറഞ്ഞൂടാ മക്കൾ അങ്ങനെ ചെയ്തുകൂടാന്നത്. അയാളെ ഭാര്യ ഇരിക്കല്ലേ മല പോലെ അവളെ ആദ്യം കൊല്ലണം. എൻ്റെ പേര് അനിത, ഞാൻ മുൻ കൗൺസിലറാണ്. ഇന്നലെ ദുരൂഹ സാഹചര്യത്തിൽ സ്വാമി മരണപ്പെട്ടു. അപ്പോൾ ഒരാൾ പറയണ അച്ഛൻ സമാധിയായി, ഒരാൾ പറയണ അച്ഛൻ മരണപ്പെട്ടു. അപ്പോൾ രണ്ടിലും രണ്ട് സംസാരത്തിന് വ്യത്യാസമില്ലേ? ദുരൂഹതയാണല്ലോ. അമ്പലത്തിൽ നിന്നും വിളക്ക് കത്തിച്ച് അച്ഛൻ പുറത്തിറങ്ങി അതുവഴി വന്ന് അവിടെ വന്ന് ഇരുന്നു. അച്ഛൻ ഏതാ സമാധിയാവണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് അവരതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞത്. ആരെയും കാണിച്ചുകൂടാ, ആരും കാണരുതെന്ന് പറഞ്ഞെന്ന് ഞാൻ കേട്ട്. നാട്ടുകാരെങ്കിലും അത് നാട്ടുകാർ അറിഞ്ഞൂടാ. ഞാനപ്പോൾ ചോദിച്ചു, ബന്ധുക്കളോടെയെങ്കിലും ഒന്ന് ഇവർ അറിയിക്കാത്തതെങ്കിൽ ഈ വിഷയമൊന്നും വരില്ലല്ലോ. അപ്പോൾ അവരിങ്ങനെയൊക്കെ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഈ നാട്ടുകാരുടെ ഒരു പ്രതികരണം എടുക്കാം. അമ്മച്ചി ഇന്നലെ എത്ര മണിക്കാണ് ഈ സംഭവം അറിഞ്ഞത്? ഞാൻ അറിഞ്ഞില്ല. ഞാൻ വയ്യായിരുന്നു. വയ്യാതടന്ന്. മാമി ഇത് എത്ര മണിക്ക് അറിഞ്ഞു ഇന്നലെ? ഞാൻ 8:30 മണിയെ പറഞ്ഞു. രാവിലെ 8:30 ഞാനും ചന്ദ്രൻ തൂത്തോണ്ട് നിൽക്കുന്നു. അപ്പൊ ആരോ വിളിച്ചു പറഞ്ഞെടി നമ്മളെ കോരസ്വാമി. അപ്പൊ എന്റെ ചന്ദ്രനാണ് ചന്ദ്രി സമാധിയായ പോലും ഇന്നാള് അവനെ പോണയച്ചു മരിച്ചു കാണും. പോണയച്ചു എന്റെ സമാധി ഇരുത്തിയെന്നത് ഇപ്പൊ എന്നെ വിളിച്ചു പറഞ്ഞു. നമ്മൾ തൂത്തു കൊടുത്തിരുന്നില്ല. 8 മണിയായി തൂത്തിട്ടൊക്കെ വന്ന് അടുത്ത് അവിടെ വെച്ച് നമ്മള് ഞാനും ചന്ദ്രി അവിടെ ഇരിക്കണത്. മണിയണ്ട ജോലി കഴിഞ്ഞു വരാം. ഞാൻ അവിടെ പോയതാണ്. അപ്പോഴും മണിയണ്ടൻ പറഞ്ഞു നിനക്കെല്ലാ കാര്യം കഴിച്ച് നടക്കുന്ന ആളായിരിക്കും. അതല്ലേ ഇവിടെ വന്ന് വിളക്ക് കത്തിച്ചിട്ട് പുറത്തിറങ്ങി എന്നല്ലേ പറഞ്ഞ മോ ഇന്നലെ? ഇല്ല, മോൻ പറയണത് എവര് പിന്നെ കണ്ടായത് സ്വാമിയെ? എവര് വാഴയിടയ്ക്ക് കണ്ട സ്വാമി? രാവിലെ പോകും കാണാനില്ല. നിങ്ങളാ കണ്ടുകൂടാ അവർക്ക് കാണണ്ടേ നമ്മള് ദൈവമായി. ഇപ്പൊ എല്ലാരും കണ്ട് അയാൾ ഒരു മൂല കൊണ്ടിരിക്കുക. കണ്ട് ആരും കൊണ്ടിരുത്ത അയാളെ മോൻ തന്നെ കൊണ്ടിരുത്ത. മോൻ തന്നെ സ്വന്തം മോൻ തന്നെ കൊണ്ടിരുത്തത്. വേറെ ആരും അല്ല. ഇത്രയും ദിവസമായിട്ട് ഇവിടെ ഉള്ള ആരെങ്കിലും നമ്മളെ കോവിലിന്റെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ല സ്വാമി. ഞാനും ചിലപ്പോഴും ആദ്യമൊക്കെ നടക്കുമ്പോ ഞങ്ങൾ ഒത്താണ് വർത്തനം പറഞ്ഞ് ഞാൻ ചന്ദ്രൻ വലിയ കാര്യമാണ്. പിന്നെ ഇതെങ്ങനെ സംഭവിച്ചോ ദൈവത്തിന് ഒരാളിനും അറിയാം. പയ്യനും കണ്ട് ആ പെണ്ണും കണ്ട് എന്നെ ഒന്നും പറഞ്ഞില്ല. അവര് ഇതെങ്ങനെ സംഭവിച്ച പാവം. പക്ഷെ ഒന്നും ആക്കണമെങ്കിൽ പാവം ചെയ്തത് ചെയ്തെങ്കിലും പാവം. അയാൾ പറഞ്ഞില്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലെ നമ്മളെ എവിടെ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞുകൂടെ അവർക്ക് ഇതുപോലെ അച്ഛൻ പറയാണ് നമ്മളെ സമാധി ഇരുത്താൻ പറഞ്ഞിട്ട് അയാൾക്ക് ചെയ്യാം ഒരു വാക്ക് അറിഞ്ഞ ഇത്. അപ്പോഴും ഞാൻ എന്റെ ചന്ദ്രനെ കേൾക്കുകയാണ് വിളിച്ചു പറഞ്ഞപ്പോ ചന്ദ്രനെ വിശ്വംഭരനെ ആരും അറിഞ്ഞില്ല. ശീലമ്മ അമ്മച്ചി അറിഞ്ഞില്ലേ ഈ കാര്യം? ഇവർ രണ്ടുപേരാണ് അയൽവാസികള്, തൊട്ടടുത്ത്. ഈ വടിയമ്മൂമ്മക്കാണ് മെയിൻ ആയിട്ട് അറിയണത്. അറിഞ്ഞപ്പോഴേ എനിക്കൊരു ഭയങ്കര അവന്മാര് ചെയ്ത് വേണ്ടി എടുത്തതോ എന്തായാലും എല്ലാം ശരി. അയാൾ പറഞ്ഞു ഭാര്യ ഇല്ലേടി, ഭാര്യക്ക് പറഞ്ഞൂടാ മക്കൾ അങ്ങനെ ചെയ്തുകൂടാന്നത്. അയാളെ ഭാര്യ ഇരിക്കല്ലേ മല പോലെ അവളെ ആദ്യം കൊല്ലണം. അവളെ ആദ്യം അവളെ കൊല്ലണം. കല്ലിയ ഇയാളെ ഇങ്ങനെ ചെയ്തോണ്ട് മക്കളല്ലെങ്കിൽ മക്കളെ ഗവൺമെന്റിൽ അറിയിച്ചിട്ട് മക്കളെന്തിനോ ചെയ്യും. അതൊരു ഇതാണ്. ഇതല്ലെങ്കിൽ അമ്മ ഇരിക്കുന്നു. അമ്മ എന്തിനാണ് കാര്യം അവക്ക് പറഞ്ഞൂടാ. അവക്ക് അപ്പോഴും അവക്ക് എന്തിനോ വൈരിയൊക്കെ അയാളെ കൊല്ലാനായിട്ടുള്ളത്. അങ്ങനെ കൊന്നായിരിക്കില്ല അമ്മയും മോനും കൂടി. അല്ല എന്തിനാണ് മുനിസിപ്പാലിറ്റി തന്നെ ഇപ്പൊ അച്ഛ ഇതുപോലെ പറഞ്ഞു സാറേ, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാം. ഇതുപോലെ പറഞ്ഞ് സാറേ എന്തരാണ് എനിക്ക് ഒരു പരാതിയും വരരുത് എന്ന് പറഞ്ഞെങ്കിൽ ഇവൻ ഇന്ന് വരുമായിരുന്നു. വരൂല. ഇത് രഹസ്യമായിട്ട് ചെയ്തു പോട്ട് ഇരിക്കട്ടെ.